കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്ന ദിവസത്തിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 125-ാമത്തെ സെഷനായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയോട് ചേർന്ന് വന്നിരിക്കുകയാണ്. റോമ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 4-ാമത്തെ അധ്യായം പഠിച്ച് തീർക്കുവാനും 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുവാനും ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് 5-ാമത്തെ അധ്യായം തുടർമാനമായി ചിന്തിക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആമുഖമായിട്ട് അധികമൊന്നും പറയുന്നില്ലെങ്കിലും ഒരു കാര്യമൊന്ന് ഓർപ്പിച്ച വിഷയത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് റൈറ്റ്ലി ഡിവൈഡ്. നമുക്കറിയാം, കോഴഞ്ചേരിയിലെ മാരാമണ്ണിൽ മർത്തോമ റിട്രീറ്റ് സെന്ററിൽ വെച്ച് നടക്കുന്ന ഈ സെമിനാർ, റൈറ്റ്ലി ഡിവൈഡ്, റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഈ സെമിനാർ മെയ് മാസം 20-21 തീയതികളിൽ, അതായത് ഈ മാസം 20-21 തീയതികളിൽ മാർത്തോമ റിട്രീറ്റ് സെന്റർ മാരാമൺ കോഴഞ്ചേരിയിൽ വെച്ച് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നു. ഇതിൽ നദീഷ് ചെറിയാൻ ബ്രദറും അതുപോലെ തന്നെ എൽദോ വർഗീസ് ബ്രദർ, ഞാനും അതിലുണ്ടായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട 2 ദിവസത്തെ ഒരു സെമിനാർ നടക്കുകയാണ്. തിരുവചനത്തെ കുറിച്ച് പഠിക്കുവാൻ, റൈറ്റ് ഡിവിഷൻ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ, കൂടുതൽ കാര്യങ്ങളെ ഡീപ്പായിട്ട് അതിൽ നിന്ന് പഠിക്കുവാൻ ഒക്കെ ലഭിക്കുന്ന അവസരമാണ്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുവാനും കടന്നു വരുവാൻ താല്പര്യമുള്ളവരെല്ലാവരും അവിടെ എത്തിച്ചേരുവാനും ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. മെയ് 20-21 2 ദിവസത്തെ ഹോളിഡേ പ്രോഗ്രാം. ഹോളിഡേ എന്ന് പറയുമ്പോൾ നമ്മൾ 9 മണിക്ക് ആരംഭിച്ച് 5 മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ പോകേണ്ടിയവർക്ക് പോയി വരാനുള്ള സൗകര്യമുണ്ട്. ദൈവം എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹമായി തീരട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ എറണാകുളത്ത് നിന്നുള്ളവരൊക്കെ, എറണാകുളത്ത് ഇതേ സമയത്ത് 6 മണിക്ക് നടക്കുന്ന ഒരു മീറ്റിംഗ്, ബൈബിൾ ക്ലാസ് നടക്കുന്നു. എൽദോ വർഗീസ് ബ്രദർ അവിടുത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നു. ഡോക്ടർ ചെറിയാൻ കുര്യനും എൽദോ വർഗീസ് ബ്രദറും ചേർന്ന് അത് നേതൃത്വം കൊടുക്കുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ വൈറ്റില ഫാത്തിമ മാതാ കാത്തലിക് ചർച്ച്, ഇളംകുളം പള്ളി, അതിൻ്റെ ആ ഒരു മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ ബൈബിൾ ക്ലാസ് നടക്കുന്നു. എറണാകുളം അടുത്തുള്ളവരൊക്കെ ചേരുവാൻ താല്പര്യമുള്ളവരൊക്കെ പോയി ആ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും അനുഗ്രഹമായി തീരുവാനും ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. റോമാ ലേഖനത്തിൻ്റെ തുടർമാനമായ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. ഞാൻ അധികം മുഖവരകളില്ലാതെ നേരെ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബൈബിൾ വിതിൻ ദ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് റോമാലേഖനം എന്ന് നമുക്കറിയാം. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ ബൈബിളിൽ റോമാലേഖനത്തിനുണ്ട്. ഈ പുസ്തകങ്ങൾ, ഈ ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനത്തെ രക്ഷാദൂത് അറിയിക്കുവാൻ കടംപെട്ടിരിക്കുന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്തർക്കം നമുക്ക് പറയുവാൻ കഴിയും, റോമാലേഖനമാണ്. ആ ഉത്തരവാദിത്വം മീൻസ് അത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള, അതുകൊണ്ടാണ് ഡോക്ട്രിനൽ ബുക്ക് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നത് അറിയപ്പെടുന്നത്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുക്കടുക്കായിട്ട് അതിനെ എഴുതിയിരിക്കുന്നു, ലോജിക്കായിട്ട് അതിനെ എഴുതിയിരിക്കുന്നു. അത് നമ്മൾ ചിന്തിച്ചും മനസ്സിലാക്കിയും വരികയാണ്. എന്നാൽ പ്രത്യേകിച്ച് ആ പുസ്തകത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 4-ാമത്തെ അധ്യായം, നമ്മളിപ്പോൾ ആയിരിക്കുന്ന 4 കഴിഞ്ഞ് 5-ാമത്തെ അധ്യായത്തിലേക്ക് കയറിയിരിക്കുകയാണ്. 4 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ, ടു ബി പ്രിസൈസ് 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള വാക്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പല ആവർത്തി വായിക്കുകയും പഠിക്കുകയും ചെയ്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വാക്യമാണ്. ഇന്ന് 5-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. തിരുവചനം നമ്മൾ പഠിക്കേണ്ടുന്ന രീതിയിൽ പഠിക്കുവാൻ കഴിയാതെ ഇതെല്ലാം നമ്മുടെ അടിസ്ഥാന ഉപദേശമാണെന്നൊക്കെ പേരിനും മാത്രം പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ ഇന്ന് നമ്മുടെ പല സ്ഥലങ്ങളിലായിട്ട് മാറിപ്പോയിരിക്കുക. വിശേഷിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്, അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, ഇതിലൊക്കെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം ആയിരിക്കുന്നത്. അതിനൊക്കെ പല ഫാക്ടേഴ്സ് കാരണമാണ്. നമ്മുടെ സഭാ പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന ആദ്യകാലത്തുണ്ടായിരുന്ന പിതാക്കന്മാർ, അതായത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ശേഷം ആ ബാറ്റൺ ഹാൻഡ് ഓവർ ചെയ്തത്, അല്ലെ ടേക്ക് ഓവർ ചെയ്ത പിതാക്കന്മാർ, 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സഭാ പിതാക്കന്മാരെയാണ് ചർച്ച് ഫാദേഴ്സ് എന്നറിയപ്പെടുന്നത്. അവരിൽ നിന്ന് വളരെയധികം സത്യങ്ങൾ മറയ്ക്കപ്പെടുകയും മാറ്റപ്പെടുകയും അവർ ഭരണ സൗകര്യത്തിനായിട്ടും അന്നത്തെ ആരാധനാ സ്വാതന്ത്ര്യത്തിനായിട്ടുമൊക്കെ പല രീതിയിൽ കോംപ്രമൈസുകൾക്ക് തയ്യാറായത് കാരണം സത്യവചനത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലനെ പരിശുദ്ധ ആത്മാവിനാൽ വിളിച്ച് വേർതിരിച്ച് തന്നെ ഭരമേൽപ്പിച്ച ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ദൈവസഭ എന്ന സ്വർഗീയ മർമ്മം അറിയാതെ പോയി. ലോകത്തിൽ അത്
വേണ്ടും വണ്ണം പ്രചരിക്കാതെ, പ്രചരിച്ചെടുത്ത് തന്നെ അതിനെതിരായിട്ട് ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായി. വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ് ഒക്കെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് വലിയ പോരാട്ടങ്ങൾ അഴിച്ചുവിട്ട് അതിനെ ഒതുക്കി തീർക്കുവാനായിട്ട്. അതുപോലെ തന്നെ പല നിലകളിൽ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈവൻ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിന്റെ ട്രാൻസ്ലേഷൻസിൽ വരെ ജനം ആ സത്യം അറിയാതെ വണ്ണം അനേക കാര്യങ്ങളിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഡെലിബറേറ്റ്ലി ചെയ്തിരിക്കുന്നത് പോലുള്ള തെറ്റുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമുക്ക് ഓതന്റിക് ആയിട്ട് ഉപയോഗിക്കാവുന്ന ബൈബിളാണ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ. അതാണ് നമുക്ക് ആധാരമായിരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു ഡിസ്പ്യൂട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ വായിക്കേണ്ടുന്നത് കിങ് ജെയിംസ് വേർഷൻ ബൈബിളാണ്. അത് നമുക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാകുന്നവരെ കൊണ്ട് അത് വായിപ്പിക്കണം. അത് അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ച് എന്താണെന്നത് മനസ്സിലാക്കണം. ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. അതായത് നമുക്ക് സാധാരണ ഞാൻ വായിക്കാറുള്ള വാക്യമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. അവിടെ പറയുന്നത് കണ്ടില്ലയോ? 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപ്, അതായത് ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ ഭൂമിക്കും ആകാശത്തിനും അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ നമ്മുടെ തേജസ്സിനായി, കാര്യം നാം ഇതിൽ വസിക്കാൻ പോവാണ് നിത്യതയിൽ, ഭാവി നിത്യതയിൽ നാം തേജസ്സോട് ഇതിൽ വസിക്കാൻ പോവുക. ആ നമ്മുടെ തേജസ്സിനായിട്ട് മുൻ നിയമിച്ചതും, അതായത് ഈ ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപേ മുൻ നിയമിച്ചതും എന്നാൽ മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇതൊരു വലിയ സത്യത്തിന്റെ ചുരുൾ അഴിക്കുക. അടുത്ത വാക്യം പറയുന്നത് കണ്ടില്ലയോ? അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. ഈ ലോകത്തിന്റെ എന്നല്ല, ഈ സ്വർഗത്തിലെയും ഒരു മനുഷ്യരും ദൈവമല്ലാതെ വേറെ ആർക്കും ഇത് അറിയത്തില്ലായിരുന്നു. ഒരു ദൂതന്മാർക്കും അറിയത്തില്ലായിരുന്നു. മിഖായേലിനാകട്ടെ ഗബ്രിയേലിനാകട്ടെ, ലോകത്തിലുള്ള ദൂത് മുഴുവൻ അറിയിക്കുന്ന ആളാണ് ഗബ്രിയേൽ. ദൈവം അറിയിക്കുന്ന ദൂതന്മാരുടെ തലവനാണ് ഗബ്രിയേൽ. ഈവൻ ഗബ്രിയേലിന് ഇത് അറിയത്തില്ല. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ ഇതുകൊണ്ട് അവരറിയാതെ പോയത്, അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. കർത്താവിന്റെ ക്രൂശ് നിറവേറിയിരുന്നില്ല എങ്കിൽ ഈ രക്ഷാ പദ്ധതി നടക്കത്തില്ല. ഈ ക്രിസ്തീയ മാർഗം ഇന്ന് കാണത്തില്ല. ക്രൂശിലൂടെ നിവർത്തിയായ ഒരു രക്ഷണ്യ പദ്ധതിയാണ് കൃപയാലുള്ള വീണ്ടെടുപ്പും നീതീകരണവും. ഇന്ന് നമ്മൾ ഈ റോമ ലേഖനത്തിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നാം ഇന്ന് പഠിക്കുന്നതിന് കാരണം ഈ ക്രൂശ് നിറവേറിയതുകൊണ്ട്. ഈ ക്രൂശിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ നിറവേറിയിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് എന്താ? ഇത് അവർക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ, which none of the princes of this world knew, for had they known it, they would not have crucified the Lord of glory. മനസ്സിലായോ? അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. കർത്താവ് ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. നമുക്ക് രക്ഷിക്കപ്പെടാൻ യാതൊരു സ്കോപ്പുമില്ല. ഞാനും നിങ്ങൾ ഒരു ദിവസം മരിക്കും, നിത്യം നരകാഗ്നിയിലേക്ക് പോകും. നമുക്ക് രക്ഷയ്ക്ക് യാതൊരു സ്കോപ്പും ഉണ്ടായിരുന്നവരല്ല. അങ്ങനെ കിടന്നിരുന്നിടത്ത് നിന്ന് നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം തുറന്ന പദ്ധതിയായത്. അത് മനസ്സിലാക്കരുത്. നാം യാതൊരു കാരണവശാലും ഇത് മനസ്സിലാക്കരുത്. കാര്യം സാത്താൻ പറയുന്നത് ഹാഡ് ദേ നോൺ ഇറ്റ്, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ക്രൂശ് നിറവേറാൻ അനുവദിക്കത്തില്ലായിരുന്നു. ഇത് സാത്താൻ തന്നെ യൂദായിൽ കയറി വളരെ കൃത്യമായിട്ട് ക്രൂശ് എക്സിക്യൂട്ട് ചെയ്യുക. കാര്യം അത് നടന്നേ പറ്റത്തുള്ളൂ. അവൻ ഈ പദ്ധതി അതോടുകൂടി എന്താ പറയുന്നത്, ഇറാഡിക്കേറ്റ്, ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി വളരെ ക്ലെവറായിട്ട് സാത്താൻ തന്നെ പേഴ്സണലായിട്ട് ഇതിനകത്തിൽ ഇൻവോൾവ് ആയി മഹാപുരോഹിതനെ കൊണ്ടും മറ്റ് ശാസ്ത്രിമാരെ കൊണ്ടും ഒക്കെ കർത്താവിന്റെ മരണം പീലാത്തോസിനോട് ആവശ്യപ്പെട്ട് പീലാത്തോസ് കൈ കഴുകി അടുപ്പിച്ചിട്ട് വിടാൻ തീരുമാനിച്ച പീലാത്തോസിന്റെ തീരുമാനത്തെ വരെ മാറ്റത്തക്ക രീതിയിൽ സാത്താൻ വളരെ വളരെ ശക്തമായിട്ട് ഇടപെട്ട് കർത്താവിന്റെ ക്രൂശ് നിറവേറ്റിയിരിക്കുക, അത് ഉറപ്പാക്കിയിരിക്കുക. ഹാഡ് ദേ നോൺ ഇറ്റ്. ഈ ക്രൂശിലൂടെ ഒരു വലിയ ദൈവിക പദ്ധതി തുറക്കാൻ പോകുന്നു. സ്വർഗത്തെ വീണ്ടെടുക്കാൻ പോകുന്നു. ഒരു വലിയ ജനസമൂഹം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നൊരു വലിയ ജനസമൂഹം വീണ്ടെടുക്കപ്പെടാൻ പോകുന്നു. ഇതൊക്കെ സാത്താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ആ ക്രൂശിന്റെ അടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടക്കാനേ അനുവദിക്കത്തില്ലായിരുന്നു എന്ന് തിരുവചനം നമ്മളോട് പറയുക. ഇങ്ങനെ നടന്നു കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് സാത്താൻ ഞാൻ തോറ്റു, തുന്നം പാടി എന്ന് പറഞ്ഞ് വിട്ടേച്ച് പോകത്തില്ല. മരണം വരെ, അവന്റെ അവസാനത്തെ നെറുകയിൽ ജീവനുള്ളിടം വരെ അവൻ ഇതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. ആ പോരാട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ
കർത്താവിനെ പരീക്ഷിച്ച സാത്താൻ, കർത്താവിനെ പലതും കാണിച്ച് മോഹിപ്പിക്കാൻ ശ്രമിച്ച സാത്താൻ അതേ സംഗതി തന്നെ നമ്മുടെ അടുക്കൽ കൊണ്ടുവരും. നമ്മളെ ഓരോരുത്തരെയും ആ രീതിയിൽ തന്നെ തെറ്റിക്കാനായിട്ട് സാത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്താണോ വീക്ക്നെസ് അതൊക്കെ നമ്മളെ തന്ന് നമുക്ക് അതിൽ നമ്മളെ നിർത്തുവാനായിട്ട് സാത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ രത്ന ചുരുക്കം, ഇന്ന് നാം ഈ സത്യം അറിയാതെ റോമാലേഖനമാണ് ഇതിന്റെ അടിസ്ഥാന ഉപദേശങ്ങളെന്ന് വളരെ കൃത്യമായിട്ട് അതിൽ എഴുതിയിരിക്കുക. അതൊരു 6ാം ക്ലാസ് വരെ പോലും പോകണ്ട, അതിന് താഴെയുള്ള ഒരു സ്റ്റുഡൻറ്റിന് എലിമെന്ററി ലെവലിലൊരു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ റോമാലേഖനം എഴുതിയിരിക്കുകയാണെങ്കിലും ഇതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി. ഇന്ന് 45,000-ലേറെ ഡിനോമിനേഷൻസ് ആയിട്ട് ക്രിസ്ത്യാനി പിരിഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാരണം ഈ ട്രാൻസ്ലേഷൻസിലുള്ള ഒരു പ്രയാസമാണ്. പലർക്കും ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ മനസ്സിലാകത്തില്ല. അങ്ങനെ എവിടെ പറഞ്ഞിരിക്കുന്നു, അതിലെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണ്. ഞാനൊരു വാക്യം കൂടെ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വായിച്ചിട്ട് ഞാൻ റോമാലേഖനത്തിന്റെ പഠനത്തിലേക്ക് വരികയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വാം അപ്പ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് വാം അപ്പ് ചെയ്തിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരിക. ഇത് കണ്ടില്ലേ, റോമാലേഖനം 6ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളൊന്ന് വായിക്കാം. 18 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ഇത് കണ്ടില്ലേ, എന്നോട് ചേർന്ന് നോക്കണേ. ഇവിടെ പറയാ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. സാഹചര്യം ഞാൻ പറയാം. എഫേസ്യ ലേഖനം 6ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളാണ്. എഫേസ്യ ലേഖനം എഴുതി തീർത്ത് ചുരുട്ടി ഇത് മടക്കി തിഹിക്കോസിന്റെ കയ്യിൽ കൊടുത്തു വിടുക റോമിൽ നിന്ന്. അതിന് തൊട്ട് മുമ്പായിട്ട് എഴുതുക. അവിടെ ഇപ്പോൾ പറയുകയാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. എഫെസോസിലെ സഭയോടും അതുപോലെ തന്നെ ആസിയയിലുള്ള മുഴുവൻ സഭകളോടും പറയുക, ഈ ലേഖനം ആസിയയിൽ എല്ലായിടത്തും വായിക്കണമെന്ന് പറഞ്ഞ ഒരു ചാക്രിക ലേഖനം, സർക്കുലർ എപ്പിസ്റ്റലാണ്. കാര്യം ആസിയ മുഴുവനും ഭയങ്കര വേറൊരു യേശുവിന്റെ ഉപദേശം കയറിയിരിക്കുക, അല്ലെങ്കിൽ വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുക. ജനം ആ ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്ന ഒത്തിരി പേരൊക്കെ അതിൽ മാറിപ്പോകുവാനായിട്ടിടയായി. ഇതിന് തൊട്ട് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ ആസിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്നവരെ കാണുവാനായിട്ടിടയായി. അന്നേരമാണ് അവിടെ വെച്ച് പറയുന്നത്, ആസ്യക്കാരെല്ലാം എന്നെ വിട്ടു പോയി എന്ന് പറയുന്ന ഒരു ഭാഗം. അതിനുശേഷം അവർക്ക് യേശുക്രിസ്തു തലയും സഭ ശരീരവുമായിട്ട് ആ തലയും ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുവാൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമായ എഫേസ്യ ലേഖനം. അതിൽ അവരോട് പറഞ്ഞു നിർത്തുന്ന അവസാനത്തെ ആ ഒരു ആശീർവാദം, ആ ഒരു പറഞ്ഞു നിർത്തുന്ന ഭാഗമാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇത്രയുള്ള കാര്യം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്, അതായത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. അത് മരണപര്യന്തം വിശ്വസ്തനായിട്ട് ആ സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല, ഒരു 10,000 പേർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിന് ഒരു ഭാഗമല്ല. അതിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുക, ഞാനത് എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അത് കൈമാറുകയാണ്. ഞാനത് പ്രസംഗിച്ചും പഠിപ്പിച്ചും എഴുതിയും ലേഖനങ്ങളിൽ കൂടെയും ഒക്കെ ഞാൻ സഭകൾക്ക് കൈമാറുക. ഒരു വലിയൊരു ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുക. അത് എന്നെ എത്രമാത്രം ഉത്തരവാദിത്തോട് ഭരമേൽപ്പിച്ചിരിക്കുന്നു, ആ ഉത്തരവാദിത്വത്തോടെ അതിനെ നിറവേറ്റുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളിത് പലരും വായിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പറയുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അതായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാ പറയുന്നത്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും, ചില പാസ്റ്റേഴ്സ്, ചില പ്രാസംഗികരൊക്കെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് പറയാറുണ്ട്, ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ വചനം ലഭിക്കേണ്ടതിനായിട്ട്, പ്രാഗൽഭ്യത്തോടെ ഞാൻ പ്രസംഗിക്കേണ്ടതിനായിട്ട്, ഇടതടവില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിനായിട്ട്, എനിക്ക് കൃപ ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. അത്രയുമാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനായിട്ട്, ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. നിങ്ങൾക്ക് ഈ മലയാളം വായിച്ചിട്ട് ഇതിനകത്തിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? 12 അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നതും പൗലോസ് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒരു വ്യത്യാസവും തോന്നത്തില്ല.
കാര്യം വളരെ കൂളായിട്ട് ഒരു ലൈറ്റ് പോളിഷാണ് മലയാളത്തിൽ അതിനെ ചെയ്തേക്കുന്നത്. ഒരു ലൈറ്റ് പോളിഷ്, കാണത്ത് പോലുമില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട്. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയാൽ എത്ര വ്യത്യാസമാണ് പോള പറയുന്ന കാര്യങ്ങൾക്കെന്നറിയാമോ? നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ലൈറ്റ് വ്യത്യാസമേ തോന്നത്തുള്ളെങ്കിലും അതിൻ്റെ അർത്ഥം ഭയങ്കരമായിട്ട് വ്യത്യാസമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഫോർ മീ ദാറ്റ് അറ്ററൻസ് മേ ബി ഗിവൺ അൺടു മീ, ദാറ്റ് ഐ മേ ഓപ്പൺ മൈ മൗത്ത് ബോൾഡ്ലി ടു മേക്ക് നോൺ ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. ഈ സുവിശേഷത്തിന്റെ ഒരു വലിയ മർമ്മമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുകയല്ല, ഹിസ്റ്ററി പ്രസംഗിക്കുകയല്ല. യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചുവെന്നോ 33 വർഷം വയസ്സ് വരെ അവിടെ ജീവിച്ചുവെന്നോ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള കാര്യമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കേണ്ടത് എന്താ പറയുന്നത്, സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മത്തിന്റെ ഭണ്ഡാരമാണ് പൗലോസിനെ ദൈവം ഓപ്പൺ ആക്കി കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ആൻഡ് ഫോർ മീ ദാറ്റ് അറ്ററൻസ് മേ ബി ഗിവൺ അൺടു മീ ദാറ്റ് ഐ മേ ഓപ്പൺ മൈ മൗത്ത് ബോൾഡ്ലി. ഒരു മനുഷ്യനെയും കൂട്ടാക്കാതെ, ഒരുത്തരെയും കൂസാതെ, കൊട്ടാരത്തിലാണ് ഞാൻ ആയിരിക്കുന്നെങ്കിലും ഞാൻ രാജാവിന്റെ കൽപ്പന പ്രകാരം, കൈസറുടെ കൽപ്പന പ്രകാരം ജയിലിൽ ചങ്ങല ധരിച്ച് കിടക്കുകയാണെങ്കിലും ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാൻ, ഏത് സുവിശേഷമാണ്? ടു മേക്ക് നോൺ ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. മനസ്സിലാകുന്നുണ്ടോ? ആ സുവിശേഷത്തിന്റെ മർമ്മം എന്താണെന്ന് പ്രസംഗിക്കാൻ. ഏതെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യമല്ല. ബൈബിളിലെ ഉൽപ്പത്തിയോ പുറപ്പാടോ ലേവ്യ എന്നൊക്കെ ഏതെങ്കിലും ഭാഗമെടുത്ത് പ്രസംഗിക്കുന്ന കാര്യമല്ല ഇവിടെ ഈ പറയുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ, എനിക്ക് എൻ്റെ വായ് തുറക്കുമ്പോൾ എൻ്റെ വായിൽ വചനം കിട്ടണമെന്ന് പറയുന്നത് എന്തെങ്കിലും പ്രസംഗിക്കുന്ന കാര്യമല്ല. അവിടെ ഒന്നും മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിനകത്തിൽ യാതൊരു എംഫസിസുമില്ല. ഇവിടെ പറയുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടണം. ഇതാണ്. പക്ഷേ ഇതിന്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിന്റെ വ്യത്യാസം കണ്ടില്ല. ടു മേക്ക് നോൺ ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. ഇതിനകത്തിലെ വ്യത്യാസം അതാണ്. അടുത്ത വാക്യം കണ്ടില്ല, ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. അതായത് ഞാൻ നല്ലവണ്ണം സംസാരിപ്പാൻ എനിക്ക് പ്രാഗൽഭ്യം ലഭിക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ. ആ മലയാളത്തിലെ അർത്ഥമേ അല്ല ഇംഗ്ലീഷിലെ അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, ഫോർ വിച്ച് ഐ ആം ദ അംബാസഡർ ഇൻ ബോൺസ്. ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട്, ഞാൻ ഈ സുവിശേഷ നിമിത്തമായി ചങ്ങലയിലായിരിക്കുന്നത്. ഞാൻ പരീശ പ്രമാണിയാണ്. പരീശന്മാരിൽ പ്രമാണികളുടെ മകനും ഞാൻ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് തിരുവചനം അഭ്യസിച്ചവനും എന്താ പറയുന്നത്, തിരുവചനത്തിന്റെ ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചവനുമാണ്. അത്രമാത്രം ഇതിൽ തീക്ഷ്ണതയുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ചത് കാരണം ഞാൻ ചങ്ങലയിലായിരിക്കുക. ഫോർ വിച്ച് ഐ ആം എൻ അംബാസഡർ ഇൻ ബോൺസ്, ദാറ്റ് therein I may speak boldly. ആ വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമുള്ളതാണ്. ദാറ്റ് therein I may speak boldly as I ought to speak. ഞാൻ സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കാൻ എനിക്ക് കൃപ ലഭിക്കേണ്ടതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ പോലും അത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. അങ്ങനൊരു താല്പര്യത്തിലാണ് ഇപ്പോൾ അത് എഴുതിയിരിക്കുന്നത്. പ്രാസംഗികരൊക്കെ പ്രസംഗിക്കുന്നതിന് മുൻപായിട്ട് ഇതൊക്കെ ഈ വാക്യമൊക്കെ വായിച്ചിട്ട് പ്രസംഗിക്കാറുണ്ട്. ഞാൻ അനേകം ആവർത്തി കേട്ടിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഇത് എന്താണ് പോൾ പറയുന്നത് എന്നുള്ള കിങ് ജെയിംസ് വേർഷൻ വായിച്ച കമ്പാരിസൺ ഒരു സ്റ്റഡി നടത്തുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ സത്യം മനസ്സിലാകാതെ പോയിരിക്കുക. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമാലേഖനത്തെ നമ്മൾ ഭയങ്കര ലേഖനമായിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഒതുക്കിയിരിക്കുക. എത്ര പേർക്ക് റോമാലേഖനം അറിയാം? എത്ര പേര് റോമാലേഖനം വായിക്കുന്നുണ്ട്? 800 കോടി മനുഷ്യനുള്ളതിൽ 300 കോടി ക്രിസ്ത്യാനിയാണ്. അതിനകത്തിൽ എത്ര കോടിക്ക് റോമാലേഖനത്തെ കുറിച്ച് അറിയാം? നിസ്സാരം സിമ്പിൾ സുവിശേഷമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓരോരോ ഫാക്ടേഴ്സ് ആണെന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാനത് പറഞ്ഞ് തുടങ്ങുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം, റോമാലേഖനത്തിലേക്ക് വരാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, പഠിക്കുവാനും ചിന്തിക്കുവാനും കർത്താവ് പ്രത്യേക കൃപ നമുക്ക് തരട്ടെ. റോമാലേഖനത്തിന്റെ തുടർമാനമായ പഠനത്തിലേക്ക് വരികയാണ്. ഇവിടെ അതിൻ്റെ 3-4 അധ്യായങ്ങളിൽ നമ്മൾ നീതീകരണം എന്നൊരു വിഷയം, 3:20 വാക്യം മുതൽ നീതീകരണം എന്നൊരു വിഷയം 4-ാമത്തെ അധ്യായം മുഴുവനും അതാ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചത്. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്നൊരു വിഷയത്തെക്കുറിച്ച് പഠിച്ചു. ഇനി 6, 7, 8 അധ്യായങ്ങളിൽ നമ്മൾ വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്നൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കും. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു അധ്യായമാണ് 5-ാമത്തെ അധ്യായം. ഈ 5-ാമത്തെ അധ്യായം ഒരു ട്രാൻസിഷണൽ ചാപ്റ്ററാണ്.
അതായത് നീതീകരണം പറഞ്ഞ് അതിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക് മാറുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായം ശരിക്കും പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അടുത്ത അധ്യായങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ബൈബിളിലെ മറ്റു പല പുസ്തകങ്ങളും പഠിച്ചാൽ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. 5-ാമത്തെ അധ്യായം നമ്മളൊന്ന് തുടങ്ങി വെക്കുവാനായിട്ടിടയായി. 1 മുതൽ 11 വരെ പറഞ്ഞിരിക്കുന്നത് നീതീകരണത്തിന്റെ ഫലങ്ങളാണ്. നീതീകരണം സംഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അതിന്റെ അനുഗ്രഹങ്ങൾ, ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. ഏക മനുഷ്യനാൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരുണമായ നീതീകരണവും വന്നു എന്ന് പറയുന്ന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. ആദമിനെയും കർത്താവായ യേശു ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് ഒരു കമ്പാരിസൺ സ്റ്റഡി നടത്തി അത് നമുക്ക് മനസ്സിലാക്കി തരിക. ഇവിടെ എല്ലാ ചാപ്റ്ററിലും ഇതുപോലെ ഓരോരോ കമ്പാരിസൺസ് നമുക്ക് കാണാം. ഈ ചാപ്റ്ററിൽ കമ്പയർ ചെയ്യുന്നത് കർത്താവിനെയും ആദമിനെയും തമ്മിലാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് നമുക്ക് ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എത്രമാത്രം കയറാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അടുത്ത ആഴ്ചയിൽ ഞാൻ അതിൻ്റെ ഒരു ചാർട്ടൊക്കെ തയ്യാറാക്കി ആദമിനെ കുറിച്ചും കർത്താവിനെ കുറിച്ചുമുള്ള ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. ഇവിടെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആ ഒരു കമ്പാരിസൺ നമുക്ക് കാണാം. എന്താ പറയുന്നത്, ഇതൊരു ഫണ്ടമെന്റൽ ഡോക്ട്രിൻ ആണല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കാരണം പോൾ വളരെ സാവകാശമായി ഇതിൽ പോകുന്നത്. ഒത്തിരി ഒരു വലിയ ഡൈനാമിക് ചേഞ്ചസ് ഒന്നും നമുക്കിതിൽ കാണത്തില്ല. വളരെ സാവകാശം ഒരു ഫൗണ്ടേഷൻ ഒരു ഫൗണ്ടേഷനാണ് ഈ പണിത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടും ഓരോ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന വളരെ വളരെ എന്താ പറയുന്നത് കെയർഫുള്ളായിട്ട് ആണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുക, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ സാധാരണ ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ നാഷണൽ ആന്തം ആണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. അവിടെ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നു. അതിനും നമ്മുടെ പ്രവൃത്തികളൊന്നും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിപ്പാൻ. അങ്ങനെ പറഞ്ഞ് അവിടെ അങ്ങ് വിടുകയാണെങ്കിലും ആ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ഭാഗം പോൾ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ 5-ാം അധ്യായത്തിലാണ്, റോമാലേഖനം 5-ാം അധ്യായത്തിലാണ്. എന്താണ് കൃപ, കൃപയുടെ മഹത്വം എന്താണ് ഈ കൃപയാലല്ലോ വിശ്വാസം പോലെ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഈ റോമാലേഖനം 5-ാം അധ്യായത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊന്ന് വൃത്തിയായിട്ട് സ്ലോലി മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ട് പോകണം. This is one of the very important chapters in the book of Romans എന്ന് നമുക്ക് പറയാം. 5:1 മുതൽ 11 വരെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാണ്. നിങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം, അധികം സമയം എടുക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നാലും ആ 10 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് എഴുതിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് നമുക്ക് പറഞ്ഞു വിടാം. ഒന്നാമത്തേത് ദൈവത്തോടുള്ള സമാധാനമാണ്, പീസ് വിത്ത് ഗോഡ്. അതായത് ഈ ഒരു കൃപയിലേക്ക്, ഈ ഒരു അനുഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ദൈവവുമായിട്ട് നമുക്ക് സമാധാനമുണ്ട്. വി ഹാവ് പീസ് വിത്ത് ഗോഡ്. രണ്ടാമത് കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചു, ആക്സസ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നീതീകരണം സംഭവിച്ചതിലുള്ള ഫലങ്ങളാണ്. മൂന്നാമത് ദൈവ തേജസിന്റെ പ്രത്യാശയിലെ പ്രശംസ. അതായത് ആ ദൈവ തേജസ് നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശ, അതിലെ പ്രശംസ, റിജോയ്സിങ് ഇൻ ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. 4 കഷ്ടങ്ങളിലെ പ്രശംസ. അതായത് നമുക്ക് പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോഴും നമ്മൾ അതിൽ പ്രശംസിക്കുക. നമുക്കെന്തോ ദൈവ നീതി നമ്മളിൽ നിറവേറുന്നു എന്നുള്ള രീതിയിൽ നമുക്കതിൽ സന്തോഷിക്കാൻ കഴിയുക, റിജോയ്സിങ് ഇൻ ട്രിബുലേഷൻ. 5-ാമതായിട്ട് ഭംഗം വരാത്ത പ്രത്യാശ, എറ്റേണൽ ഹെവൻലി ഹോപ്പ്. ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുക യാതൊരു ഭംഗവും വരാത്ത പ്രത്യാശ ദൈവം നമുക്ക് അതിലൂടെ തന്നിരിക്കുക. 6-ാമതായിട്ട് ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം, ദ ലവ് ഓഫ് ഗോഡ് ദാറ്റ് ഷെഡ് ഇൻ ടു അവർ ഹാർട്ട്സ്. ആ ഒരു ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പകർന്നിരിക്കുക, ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം. 7-ാമതായിട്ട് ദൈവ കോപത്തിൽ നിന്നും രക്ഷ, ഡെലിവറൻസ് ഫ്രം ദ റാത്ത് ഓഫ് ഗോഡ്. അതിൽ നമുക്ക് രക്ഷ ലഭിക്കുന്ന കാര്യം. 8-ാമതായിട്ട് ദൈവത്തോട് നിരപ്പ്,
റെക്കൺസിലിയേഷൻ വിത്ത് ദ ലോർഡ്. ദൈവവുമായിട്ട് നമുക്ക് നിരപ്പ് പ്രാപിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കാൻ നീതീകരണത്തിൽ കൂടി. 9, ജീവനാലുള്ള സമൃദ്ധിയായ രക്ഷ, അബണ്ടൻസ് ഇൻ സാൽവേഷൻ. ആ രക്ഷയിലെ എന്താ പറയുന്നത്, സമൃദ്ധിയായ രക്ഷ നമുക്ക് ലഭിക്കുക. 10ാമതായിട്ട് ദൈവത്തിലുള്ള പ്രശംസ. ആ കർത്താവിൽ നാം നീതീകരിക്കപ്പെട്ടതിലുള്ള പ്രശംസ നമ്മിൽ ഉണ്ടായിരിക്കുകയാണ്, നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതാണ് ആ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ കാണാവുന്ന നീതീകരണത്തിന്റെ ഫലങ്ങൾ. അതിന്റെ 1ാം വാക്യം നമുക്ക് വായിച്ചു തുടങ്ങാം. 1ാമത്തെ വാക്യത്തിൽ റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 1ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാ പറയുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. Therefore, being justified by faith, we have peace with God our Lord Jesus Christ. ഇവിടെ പറയുന്നത് you don't have to work for it and you don't have to keep it, but you have peace with God. അതായത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. We have, therefore being justified by faith, we have peace with God. നമുക്കിവിടെ സൂക്ഷിക്കേണ്ടുന്ന ആവശ്യമോ നമുക്കിതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. യു ഹാവ് പീസ് വിത്ത് ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ കാണുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു, ഒരിക്കൽ നാം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നത്, പിതാവായ ദൈവം നമ്മളെ കാണുമ്പോൾ, നമ്മളെ നോക്കുമ്പോൾ, നമ്മളെ കാണുന്നത് ഡയറക്റ്റ്. ഇപ്പൊ എന്നെ നോക്കുക, തോമസ് ജോർജ് എന്നെ നോക്കുമ്പോൾ ദൈവം കാണുന്നത് എൻ്റെ മധ്യത്തിൽ, എൻ്റെ നടുവ് കർത്താവ് കാൽവറിയിൽ ക്രൂശിതനായിട്ട് നിൽക്കുക. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ കൂടിയാണ് എന്നെ കാണുന്നത്. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കർത്താവ് യാഗമായിരിക്കുക. ആ കർത്താവിൻ്റെ നീതി എന്നിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുക, നീതിയായി കണക്കിടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും കർത്താവ് അതിന് പരിഹാരമായിട്ട് കാൽവറിയിൽ യാഗമായിരിക്കുന്നത് കാരണം പിതാവായ ദൈവം പുത്രനിൽ കൂടി നമ്മളെ കാണുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വന്നിരിക്കുക. അതിനായിട്ട് കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുക. ആ കാൽവറി യാഗത്തിലെ നമ്മുടെ വിശ്വാസം, ആ സമർപ്പണം, ആഴമായ ആ വിശ്വാസത്തിൽ പിതാവായ ദൈവം പുത്രനിൽ കൂടി നമ്മെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുക. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നേരത്തെ അല്ലെങ്കിൽ പഴയ നിയമകാലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ഒരു മനുഷ്യനെ നോക്കുന്നത്, മോശയുടെ കാലത്ത് ഒരു മനുഷ്യനെ നോക്കുന്നത് ന്യായപ്രമാണത്തിൽ കൂടിയാണ്. 10 കൽപ്പനയിൽ കൂടിയും 613 സബ് ക്ലോസസ് അടങ്ങുന്ന ഒരു വലിയ നിയമാവലിയുണ്ട്. അതിൽ കൂടിയാണ് ദൈവം മനുഷ്യനെ നോക്കുന്നത്. ഇവൻ നീതിമാനാണോ, നീതിപ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ, നീതിമാനായിട്ട് ജീവിക്കുന്നുണ്ടോ നോക്കുന്നത് ആ 10 കൽപ്പന അല്ലെങ്കിൽ ആ നിയമാവലികളിൽ കൂടിയാണ് ദൈവം മനുഷ്യനെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനല്ല. കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുന്ന ആ പരിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. അതിലൂടെയാണ് ദൈവം ഇന്ന് നമ്മളെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലോസി ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിലൊക്കെ പറയുന്നത്, യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിൽ പരിപൂർണരാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല. ഈ റോമാ ലേഖനത്തിന്റെ മുഴുവനും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസത്താൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. റൈച്ചിയസ് വിൽ ലിവ് ബൈ ഫെയ്ത്ത്. അതാണ് ഇതിന്റെ എന്താ പറയുന്നത്, മുഖമുദ്ര എന്ന് പറയുന്നത്. ഈ റോമാ ലേഖനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനമുണ്ട്. 2-ാം വാക്യത്തിൽ പറയുന്നത് അവൻ മൂലം നമുക്ക് ദൈവകൃപയിലേക്ക് പ്രവേശനവും. 2-ാമത്തെ വാക്യം ഞാൻ കാണിക്കാം. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നാം നിൽക്കുന്ന ദൈവകൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഈ ദൈവകൃപയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുക. അടുത്ത വാക്യം, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഈ ദൈവ തേജസ് നമുക്ക് ലഭിക്കാൻ പോവുക. ആ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരല്പം കട്ടിയായിട്ടുള്ള ചില വാക്കുകൾ, നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കല്, അതിനെ ആ ഒരു അറ്റൻഷൻ വിട്ടുപോകല്. ഇവിടെ പറയുന്നത് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ദൈവത്തെ പോലെ ആ തേജസ്സിനാൽ നിർഭരമാകാൻ പോവുക. ദൈവത്തിന്റെ തേജസ് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച 2 കൊരിന്ത്യർ 3:18 അതിൽ പറയുന്നത് നാം ദൈവത്തിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാനമായി നാം തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതായത്
കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് പോലെ നാം അതുപോലെ തേജസ്സോടുകൂടി ആയിത്തീരും. കർത്താവിനെ നാം അവൻ ഇരിക്കുന്നത് പോലെ കാണും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 21-ാമത്തെ വാക്യം 20 മുതൽ വായിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാ: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടും. ഈ ലോകവുമായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. അല്പനാളുകളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ബട്ട് നമ്മൾ ഇവിടുന്ന് പോകാനുള്ളവരാണ്, ഇവിടുത്തുകാരല്ല നമ്മൾ. നാം ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളതിൽ നമ്മുടെ പ്രത്യാശ ഉയരത്തിലായിരിക്കണം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. റാപ്ചറിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് പറയാം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നാം കർത്താവിന് ഉയർപ്പിൽ ലഭിച്ച ഒരു ശരീരം പോലുള്ള ഒരു ശരീരം പ്രാപിക്കും. ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് ഉണ്ടാകുമെന്ന്. ഇന്ന് നമ്മുടെ ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല. നാം ഈ മൺകൂടാരത്തിലാണ് ഇന്നും താമസിക്കുന്നത്. 2 കൊരിന്ത്യർ 5:1 പറയുന്നത്, കൂടാരമായ ഈ ഭവനം അഴിഞ്ഞു പോകും, നിത്യമായ ഒരു സ്വർഗീയ ഭവനം നമുക്ക് ദൈവം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു സ്വർഗീയ ഭവനം, ഒരു തേജസ്സിന്റെ ശരീരം നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമെന്നോണം തേജസ്സിനാൽ ശോഭിക്കത്തക്കവണ്ണം അതുപോലെ ശോഭിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകുവാനായിട്ട് പോവുക. ഒരല്പം കൂടെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ആദാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു അനുഭവം, ആ തേജസ്സിനാൽ നിർഭരമായിരുന്നതുപോലെ ഒരനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുവാനായിട്ട് പോവുക. ആ തേജസ്സിൽ നമ്മൾ പ്രശംസിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചത്, 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇങ്ങനൊരു സംഗതി നമുക്ക് കിട്ടാൻ പോവുക. നമുക്ക് എത്ര പേർക്കാണ് ഇത് വേണ്ടാത്തത്? എന്നാൽ എത്ര പേർക്ക് ഇത് അറിയാം? എത്ര ക്രിസ്ത്യാനിക്ക് ഇത് അറിയാം? റാപ്ചർ ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? നാം ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിനൊരു വലിയ വീണ്ടെടുപ്പ് ഉണ്ടാകാൻ പോവുക. റോമാലേഖനം 8-ാം അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ നമ്മളത് പഠിക്കും. 23-ാമത്തെ വാക്യത്തിലൊക്കെ പഠിക്കും. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ഒരു പുതിയ ശരീരം നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ അങ്ങനെ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നതുമൊക്കെ ആ തേജസ്സോടുകൂടി ആ ശരീരത്തിന്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുന്നു എന്നായി പറയാം. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. 3-ാമത്തെ വാക്യം, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും നാം പ്രശംസിക്കുന്നു. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കണ്ടോ, ഇവിടെ നമുക്ക് കഷ്ടമുണ്ടാകുമ്പോൾ അതിൽ കൂടെ നമുക്ക് സഹിഷ്ണുത ഉണ്ടാവുകയാണ്. ആ സഹിഷ്ണുത കൂടി അതൊരു സിദ്ധത എന്ന് പറയുമ്പോഴത്തേന് അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുക. സിദ്ധത പ്രത്യാശയും ഇതൊന്നും വരുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് പോൾ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നത്. പോളിനെ കഷ്ടത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോൾ പറയുന്നത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ കഷ്ടങ്ങളിലും പ്രശംസിക്കാൻ കാരണം അതിനൊക്കെ ഭാഗവാക്കാകാൻ ഭാഗ്യം ലഭിക്കുന്നല്ലോ എന്നുള്ള ഒരു പ്രത്യാശയാണ്, ഒരു പ്രശംസയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ 2 കൊരിന്ത്യൻസ് 4-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ കാണാം. കഷ്ടങ്ങളൊന്നും തനിക്കൊരു പ്രയാസമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്ത് പോകാം. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കാണിക്കാം. പറയുന്നുണ്ട്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. നമുക്കിതൊരു വിഷയമേ അല്ല. കാര്യം കഷ്ടമൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. പോളിന്റെ കഷ്ടത്തിന്റെ ഒരു ലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തല കറങ്ങിപ്പോവും. അതുപോലെ കഷ്ടം സഹിച്ച ആളാ. ഇതൊന്നും ഒരിക്കൽ പോലും ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. ഏറ് കൊണ്ട് മരിക്കുക, എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറയുന്നത് പോലെ എത്രമാത്രം കഷ്ടങ്ങളാണ് താൻ അനുഭവിച്ചിട്ടുള്ളത്. കടലിൽ വെള്ളത്തിലൊക്കെ ദിവസങ്ങളോളം കിടന്നിട്ടുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു പോൾ സഹിച്ചിട്ടുള്ളതെന്നറിയാം. 1 കുറേ 40 അടി 5 പ്രാവശ്യം യഹൂദന്മാരാൽ കൊണ്ടിട്ടുണ്ട്. എന്തെല്ലാം ലിസ്റ്റാ പറയുന്നതെന്നറിയാം. ഇവിടെ ഞങ്ങൾ സകലത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഈ കഷ്ടമൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല.
യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ആ ഒരു വലിയ പ്രത്യാശയിൽ, ആ ഒരു ട്രിബുലേഷനിൽ സന്തോഷിക്കുന്ന ഒരനുഭവമാണ് പൗലോസിനുള്ളത്. പിന്നെ താൻ പറയുന്ന ഈ കഷ്ടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ഏറ്റവും മഹത്തായി കണ്ടിരിക്കുന്നത് ദൈവം ഇറങ്ങി വന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നിവർത്തിക്കാൻ കഴിയാതെ വണ്ണം തനിക്കെതിരെ പോരാട്ടത്തിന്റെ മേൽ പോരാട്ടമാണ്. ഈ കഷ്ടം അടികൊള്ളുന്നതോ വേറെ പ്രശ്നങ്ങളൊന്നും പോളിന് വിഷയമായിരുന്നില്ല. ഒരു വാക്യം കൂടി ഞാൻ കാണിക്കുക. ഈ 2 കൊരിന്ത്യൻസിന്റെ തന്നെ 12-ാമത്തെ അധ്യായം, അതിന്റെ ചില വാക്യങ്ങളൊന്ന് കാണിക്കാം. 7-ാമത്തെ വാക്യം കണ്ടില്ലേ? അവിടെ പറയുക, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിനേക്കാൾ ഉപരി പോളിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ഉത്തരവാദിത്വം തനിക്ക് നിറവേറാൻ കഴിയാത്ത വണ്ണം തന്നോടൊപ്പം സാത്താന്റെ പോരാട്ടം ഭയങ്കര ശക്തമായിട്ട് നിൽക്കുക. പോൾ തുടങ്ങിയപ്പോൾ മുതൽ അവസാന കാലം വരെ, തന്നെ അവസാന കുലമരത്തിലോട്ട് കൊണ്ടുപോകുന്ന നേരം വരെ സാത്താൻ പോളിനെതിരെ പോരാടിക്കൊണ്ടിരുന്നു. കാര്യം, ടാർഗറ്റഡ് ആയിട്ട് പോളിനെതിരെ പോരാടാൻ കാര്യം സാത്താന് പോലും അറിയാതിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ വലിയ മർമ്മം മനസ്സിലാക്കിയ സാത്താൻ പോളിനെ ഏത് രീതിയിൽ ഉപദ്രവിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. താൻ അറിയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വേറെ തന്ത്രങ്ങളുമായിട്ട് സാത്താൻ കൂടെ നിൽക്കുക. ഗലാത്യയിൽ സഭകൾ സ്ഥാപിച്ച് അവിടുത്തെ പ്രശ്നങ്ങളുടെ നടുവിൽ താൻ ഏറുകൊണ്ട് മരിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടും അവിടെ സുവിശേഷം അറിയിച്ച് ഗലാത്യ സഭകൾ സ്ഥാപിച്ച് തിരിച്ച് അന്ത്യോക്യയിൽ എത്തുന്നതിന് മുൻപായിട്ട് അവിടെ ദുരുപദേശമായിട്ട് ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അവിടെ വേറൊരു യേശുവിനെ പരിചയപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞു. വേറൊരു ആത്മാവിൽ അവർ സന്തോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അവരോട് അപ്പോൾ പറയുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഞാൻ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കത് ആരെന്ന് ചോദിക്കുന്ന അവിടെ മുതൽ തുടങ്ങുന്നതാ തനിക്കെതിരായിട്ടുള്ള പോരാട്ടം. അതിനു മുൻപേ ഇൻഫാക്ട് ആരംഭിച്ചതാ. താൻ അവിടെ ആയിരുന്നപ്പോൾ മുതലേ ആരംഭിച്ചതാ. ഇത് അവസാന നിമിഷം വരെ തൻ്റെ കൂടെ റോമിലെ ജയിലിൽ കിടക്കുമ്പോഴും ഉണ്ട്. അവിടെ നിന്ന് 3-ാമത്തെ മിഷണറി യാത്രയൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ എഫെസോസിലൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലെ ഒരേ ഒരു ഫോക്കസ് ഇതാ: ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഈ തൻ്റെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള പോരാട്ടം, വെളിപ്പാടുകളുടെ ആധിക്യം തനിക്ക് ലഭിച്ച ഈ കാര്യങ്ങൾ താൻ അറിയിക്കുമ്പോൾ അതിനെതിരായിട്ട് ഒത്തിരി പോരാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഈ പ്രശ്നമൊന്ന് മാറി എനിക്ക് വഴിയൊന്ന് ക്ലിയർ ആക്കി തരാൻ. ഞാൻ എവിടെ വീട് വെക്കാനോ, ഞാൻ ബംഗ്ലാവ് ഉണ്ടാക്കാനോ, ഞാൻ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനോ ഉള്ള പണിയല്ല ചെയ്യുന്നത്. കർത്താവെ, നീ എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമോ, അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ ത്യജിച്ച് ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുക. എനിക്ക് വഴിയൊന്ന് ക്ലിയർ ആക്കി തരാൻ പറയുക. അതിന് പോലും ദൈവം പറഞ്ഞു, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി. അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഈ ലോകത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കും. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആഴം മനസ്സിലാവുന്നുണ്ടോ? കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുമെന്ന് പൗലോസ് പറയാൻ കാര്യം ഇതാ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, എന്ത് പ്രശ്നം വന്നാലും എനിക്കതൊരു വിഷയമല്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാനൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇവിടെ പോളിന് കഷ്ടമെന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. അതിലൊക്കെ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുക. മടങ്ങി വരാം. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 4-ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചത്. 5-ാമത്തെ വാക്യം പറയാം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, അതിൽ യാതൊരു ഭംഗവുമില്ല. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നമ്മെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുക എന്ന് പറയാ. ആ വീണ്ടെടുപ്പിൻ നാൾ വരെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതി ഒപ്പിട്ട് തരാം. എൻ്റെ ബ്ലഡ് കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം. ഒരിക്കൽ നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യു വിൽ ബി ടേക്കൺ ഇൻ ദ റാപ്ചർ. ഇത് ദൈവവചനമാണ്. പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുക.
പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നില്ല എന്നൊരു തത്വം നിങ്ങൾ മനസ്സിലായിക്കൊള്ളാം. നാം ദൈവത്തിന്റെ രക്തത്താൽ, ആ കർത്താവിന്റെ കാൽവറിയിലെ രക്തത്താൽ, ആ പുണ്യാഹ രക്തത്താൽ, ആ പരിശുദ്ധ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ കർമ്മങ്ങളിലും നിങ്ങളുടെ പ്രമാണങ്ങളിലും പള്ളിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സഭകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഉപദേശങ്ങളിലും ഒക്കെ നിങ്ങൾ നിന്ന് നീതിയായി ജീവിച്ച് രക്ഷിക്കപ്പെടുന്ന മാർഗത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നില്ല. നിങ്ങൾ ജീവിതം ക്രമീകരിക്കുന്നതിലോ പള്ളിക്ക് പണം കൊടുക്കുന്നതിലോ വേറെ ഏതെങ്കിലും നീതി പ്രവൃത്തി ചെയ്യുന്നതിലോ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല എന്നൊരു തത്വം നിങ്ങൾ എവിടെങ്കിലും എഴുതി വെച്ചോളുക. കർത്താവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടണം. റോമാലേഖനം 8:8 ഞാൻ അതിനോടനുബന്ധിച്ചൊന്ന് കാണിക്കാം. റോമാലേഖനം 8:8 ഇംഗ്ലീഷ് കണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്? സോ ദെൻ they that are in the flesh cannot please God. അതായത് they that in the flesh cannot please God. നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ പ്രവൃത്തിയിലും ഒക്കെയാണ് ആയിരിക്കുന്നതെങ്കിൽ ദൈവത്തെ ഒരു നാളും പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കണ്ടിട്ടല്ല. നമുക്ക് അങ്ങനെ ഒരു പ്രവൃത്തിയിലും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. മടങ്ങി വരാം. 6-ാം അധ്യായം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. മുന്നോട്ട് പോകണമല്ലോ, ഞാൻ വായിച്ചു വിടുകയാണ്. 6-ാം വാക്യത്തിൽ പറയാം, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 7 ഞാൻ മടങ്ങി വരാം. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ് ഇതൊക്കെ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. മടങ്ങി വരാം. 6-ാമത്തെ വാക്യം, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. For when we were yet without strength, in due time Christ died for the ungodly. ഇവിടെ നമ്മുടെ രക്ഷാ നിർണയമാണ് ഞാനിപ്പോൾ ഈ വായിച്ച് കേൾപ്പിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അൾട്ടിമേറ്റ് ലവ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് കർത്താവിന്റെ കാൽവറി ക്രൂശ. ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ ഉദാത്തമായ എന്താ പറയുന്നത്, അതിന്റെ ഒരു ഉദാഹരണം കർത്താവിന്റെ കാൽവറിയ. ദൈവത്തിന്റെ ആ സ്നേഹം പ്രകടമാക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഈ വാക്യങ്ങളെ നമ്മൾ ജോൺ 3:16 കമ്പയർ ചെയ്ത് പഠിക്കണം. നമുക്ക് അതിനുള്ള സമയം ഇന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പഠനം നടത്തിയാൽ നല്ലതാണ്. നമുക്ക് ഈ 6 മുതൽ 10 വരെ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 10 വരെ, യോഹന്നാൻ 3:16, അതായത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ സുവിശേഷവും ഈ റോമാലേഖനത്തിലെ ഈ സുവിശേഷവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷേ നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാകാൻ പറ്റും. ജോൺ 3:16 ആണ് ഇന്ന് നാം വിചാരിച്ചിരിക്കുന്ന, നമ്മുടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സുവിശേഷം. ഈ ബൈബിളിലെ ഏറ്റവും വലിയ സുവിശേഷം നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും ആദ്യം പറയുന്നത് ജോൺ 3:16. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കാണപ്പാടം അറിയാവുന്ന ഒരു സുവിശേഷമാണ്. കാണുന്ന ഭിത്തിയിൽ മുഴുവനും വിശ്വാസികളാണെങ്കിൽ അവരുടെ ആ ഭിത്തിയൊക്കെ നമ്മൾ വചനങ്ങൾ എഴുതാനായിട്ട് കൊടുത്തിരിക്കുന്ന ഭിത്തിയിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ഒരു വാക്യമാണ് ജോൺ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. എന്നാൽ ക്രിസ്ത്യാനി ഒരു കാര്യം മനസ്സിലാക്കണം, ആ സുവിശേഷം നമ്മളോട് പറഞ്ഞതല്ല. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നു എന്ന് പറയുന്നതിൽ താങ്കൾ രക്ഷിക്കപ്പെടത്തില്ല, താങ്കളുടെ സുവിശേഷവുമല്ല. സോറി, എന്നെ മനസ്സിലാകാത്ത ആൾക്കാർ, ഞാൻ ഈ പറയുന്ന സുവിശേഷം മനസ്സിലാകാത്ത ആൾക്കാർ ഒരു പക്ഷെങ്കിൽ ഇതിനെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഗേറ്റ് മിനിസ്ട്രീസ് തെറ്റ് പഠിപ്പിക്കുന്നു എന്ന് പറയല്ല. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ഈ ദൈവ വചനത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ ഞാൻ ഈ വിഷയത്തെ സംസാരിക്കുന്നത്. 3:16 ജോൺ 3:16 എന്ന് പറയുന്നത് അല്ല നമ്മുടെ സുവിശേഷം. കർത്താവ് യഹൂദന് വാഗ്ദത്തം കൊടുത്തിരുന്ന മശിഹ
പിതാക്കന്മാർ മുതലേ അവരോട് വാഗ്ദത്തം ചെയ്തിരുന്ന, പ്രവാചകന്മാർ മൂലം അവരോട് വാഗ്ദത്തം ചെയ്തിരുന്ന ആ മശിഹ ഉലകത്തിലേക്ക് വരുന്ന കാര്യമാണ് ജോൺ 3:16 പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവനിൽ വിശ്വസിക്കണം. ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു എന്നവർ വിശ്വസിക്കണം. അതാ അവർ പ്രസംഗിച്ചിരുന്നത്, അതാ അവരോട് പറഞ്ഞിരുന്നത്. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നതും നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നത്, നീ ദൈവത്തിന്റെ പുത്രനായ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. അതാ അവരുടെ സുവിശേഷം. അത് അറിഞ്ഞത് കൊണ്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, ബറിയോന ശീമോനെ, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് നിന്റെ ഇന്റലക്ച്വൽ നോളജ് അല്ല ഇത് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അത്രയെന്ന് പറയുക. ആ കാര്യം അവർക്ക് മനസ്സിലാകണം. ആ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള സുവിശേഷമാണ്. ഇതിന്ന് താങ്കൾ മനസ്സിലാക്കിയതുകൊണ്ട് താങ്കൾക്ക് ഒരു പ്രയോജനവുമില്ല. അൺലെസ് യു ആർ എ ജ്യൂ. ഒരു യഹൂദനായിരുന്നുവെങ്കിൽ താങ്കൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ യഹൂദനായാലും അത് വിശ്വസിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഈ കാലഘട്ടത്തിൽ യഹൂദനായാലും യവനനായാലും അവന് രക്ഷ കാൽവറി ക്രൂശിലാ. ആ ക്രൂശിലൂടെ തുറന്ന രക്ഷാമാർഗത്തിലാണ് നമുക്ക് രക്ഷ. വേറെ ഒരു മാർഗത്തിലും ഇന്ന് നമുക്ക് രക്ഷയില്ല. ഒരു യാഗം കഴിച്ചതിലോ ഒരു പ്രമാണം അനുസരിച്ചതിലോ നമുക്കിന്ന് രക്ഷയില്ല. യഹൂദന്മാർക്ക് രക്ഷയുണ്ട്, പക്ഷെ ആ യഹൂദൻ ക്രൂശിൽ വരണം. ആ കാൽവറിയിലൂടെ തുറന്ന രക്ഷാ പദ്ധതിയിലെ ആഴമായ സമർപ്പണത്തിലും വിശ്വാസത്തിലും പൗലോസ് അപ്പോസ്തലനും ലഭിച്ചതുപോലുള്ള രക്ഷ എല്ലാ യഹൂദനും ഉണ്ട്. പക്ഷേ ഇവിടെ വേറെ ഒരു യാഗത്തിലോ വേറെ ഒരു വിശ്വാസത്തിലോ ന്യായപ്രമാണത്തിന്റെ അനുസരണത്തിലോ ഒരു മനുഷ്യനും ഇന്ന് രക്ഷയില്ല. യഹൂദനോട് അവന്റെ കാലഘട്ടത്തിൽ മശിഹ ലോകത്തിൽ വന്ന സമയത്ത് അവരോട് ദൈവം പറഞ്ഞിരുന്നതും അതിനു മുൻപായിട്ട് അവർക്ക് പ്രോമിസ് കൊടുത്തിരുന്ന വാക്യത്തിന്റെ നിവൃത്തിയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ട, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇത് താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ വിശ്വാസ പ്രമാണം അപ്പസ്തോലിക് ക്രീഡ് പഠിക്കുന്നത് മാതിരി ഉള്ളൂ. ഇത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയക്കണമായിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ്. പക്ഷെങ്കിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടല്ല ജാതികളായി തള്ളപ്പെട്ട് കിടന്നിരുന്ന ഒരു കണ്ണിനും ദയ തോന്നാതെ നിത്യ നരകാഗ്നിക്ക് യോഗ്യരായി അക്കാലത്ത് ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായി കിടന്നിരുന്ന എനിക്കും നിങ്ങൾക്കും രക്ഷ ലഭിച്ചത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ള സുവിശേഷം അറിഞ്ഞതുകൊണ്ടല്ല. റോമാലേഖനം പഠിപ്പിക്കുന്നത് കർത്താവ് എൻ്റെ പാപങ്ങളെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് എനിക്ക് പകരമായിട്ട് കാൽവറിയിൽ യാഗമായി, ഒരു പ്രായശ്ചിത്ത യാഗമായി. ആ പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താൽ സമർപ്പണത്താൽ ഞാൻ രക്ഷിക്കപ്പെടുക. ഈ ജോൺ 3:16 വിശ്വസിച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. നിങ്ങൾ റാപ്ചറിൽ എടുക്കപ്പെടത്തില്ല. അതിനെ നിങ്ങൾ ഈ വാക്യവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. റോമാലേഖനത്തിൽ പറയുന്ന വാക്യം കണ്ടില്ലേ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അടുത്ത വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ഇവിടെ എല്ലാം കാണുന്നത് കണ്ടില്ല. ഇവിടെ എല്ലാം കർത്താവിന്റെ ക്രൂശും മരണവും ബ്ലഡും രക്തവും നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചിരിക്കുക. ഈ ജോൺ 3:16 നിങ്ങൾക്ക് മരണം കാണത്തില്ല, ക്രൂശ് കാണത്തില്ല, കർത്താവിന്റെ രക്തം കാണത്തില്ല. ഇങ്ങനെയുള്ള ഒരു സംഗതി നമ്മളെ വീണ്ടെടുക്കുന്നത് അവിടെ ഇല്ല. ഞാൻ ഈ വാക്യത്തിലേക്ക് വരാൻ കുറെ കൂടെ ഓപ്പൺ ആക്കി തരുവാനായിട്ട് എന്നാൽ ആവോളം ഞാൻ ശ്രമിക്കാം. റോമാലേഖനം 6:10 വരെ നമ്മൾ വായിച്ചത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് 3 സ്ഥലത്ത് പറഞ്ഞിരിക്കുക. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 3 സ്ഥലത്ത് പറഞ്ഞിരിക്കുക ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതിൽ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നതിന്റെ പർപ്പസ് പ്രോഗ്രസീവ്ലി എന്താ പറയുന്നത്, അത് കൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു കാഠിന്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പർപ്പസ്, അതിൻ്റെ ആ ഒരു ഡിഗ്രി ആ 3 പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോഗ്രസീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 6-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം പറയുന്നത് കണ്ടില്ലയോ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 8-ാം വാക്യം ഇവിടെ പറയാ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 10-ാം വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ.
നേരുന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. 3 സ്ഥലത്താണ് ഈ വാക്യങ്ങളിൽ കർത്താവിന്റെ മരണത്തെ പറഞ്ഞിരിക്കുന്നത്. വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഒരു അഭിപ്രായം, ഈ 3 വാക്യങ്ങളും, അതായത് 6, 8, 10 വാക്യങ്ങൾ, ഇത് 3 കാലഘട്ടത്തിലെ ജനങ്ങളെയാ കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, when we were yet without strength, 6-ാമത്തെ വാക്യത്തിൽ പറയുക, when we were yet without strength, അതായത് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന ഒരു കാലഘട്ടം കാണിക്കുന്നത് ആദാം ഏദൻ തോട്ടം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തെയാണ് ഇത് കാണിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വചനത്തിൽ നമുക്ക് അതിനുള്ള സാധൂകരണമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരാം. 2:8 വാക്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ എന്ന് പറയുന്നത്, while we were yet sinners, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എന്ന് പറയുന്നത് മോശയിൽ കൂടി ന്യായപ്രമാണം ലഭിച്ച കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി വെളിപ്പെടുന്ന കാലം വരെ, അതായത് പൗലോസ് അപ്പോസ്തലനോട് ഇത് വെളിപ്പെടുന്ന കാലം വരെ ഉള്ള ഒരു കാലഘട്ടത്തെയാണ് നാം പാപികളായിരിക്കുമ്പോൾ എന്ന് പറയുന്നത്. 3-ാമതായിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. ഈ ശത്രുക്കളായിരിക്കുമ്പോൾ, when we were enemies we were reconciled, നാം ഈ ശത്രുക്കളായിരിക്കുമ്പോൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി പ്രസിദ്ധമാക്കിയത് മുതൽ ഇനി റാപ്ചർ എന്ന് നടക്കുമോ അന്ന് വരെയുള്ള കാലത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്ന് പറയാൻ കാര്യം എന്ന് ഒരു വിവരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 6-ാമത്തെ വാക്യം പറയുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. ഞാൻ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 6-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, when we were yet without strength, ക്രിസ്തു തക്ക സമയത്ത് ആ ഭക്തർക്ക് വേണ്ടി മരിച്ചു. ഇവിടെ ദൈവമില്ലാത്ത ഒരു കാലഘട്ടം. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദാം മുതൽ, ഏദൻ തോട്ടം മുതൽ നിയമം കയ്യിൽ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ നിയമം പ്രാബല്യത്തിലാകുന്നവരെ, മോശയെ വിളിച്ച് മോശയിൽ കൂടി ഈ നിയമം കൊടുക്കുന്നവരെയുള്ള ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ദൈവം അവരോട് ഇടപെടുന്നില്ല. ദൈവം ഇല്ലാതിരിക്കുമ്പോൾ, കാര്യം ദൈവത്തിൽ നിന്ന് അവർ അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുക. നോഹയുടെ കാലമൊക്കെ കഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യനുമില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്ന ഒരു കാലമാണ്. ഇവിടെയാണ് ബലഹീനരാണ് എന്ന് പറയുന്നത്. നാം ദൈവമില്ലാതിരിക്കുമ്പോൾ നാം ബലഹീനരാണ്, നിസ്സഹായകരാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ തന്നെ ഉയർത്തുവാൻ, ഞാൻ ആത്മീക അർത്ഥത്തിലാണ് ഈ സംസാരിക്കുന്നത്, നമ്മെ തന്നെ ഉയർത്തുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മൾ ആയിരിക്കുക. നമുക്ക് നിയമമില്ല, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതായിട്ട് നമുക്ക് അറിയത്തില്ല, മരിച്ചിട്ടില്ല, നമുക്ക് നമ്മളെ തന്നെ ഉയർത്തുവാൻ കഴിയത്തില്ല. വിത്തൗട്ട് ഗാഡ് മീൻസ് വിത്തൗട്ട് സ്ട്രെങ്ത്. നമുക്ക് ആത്മീയമായിട്ട് ഉന്നമനം പ്രാപിക്കാൻ കഴിയത്തില്ല. നാം ബലഹീനർ മീൻസ് ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയും ഇല്ലാത്തവർ. ആ ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആദം മുതൽ മോശവിൽ കൂടി ഈ കൽപ്പന ലഭിക്കുന്ന കാലം വരെയാണ് ഇതിനെ ബെസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ചുരുങ്ങിയ കാലമല്ല, ഏകദേശം 2600 വർഷമാണ്, 2600 years. ഇവിടെ കൽപ്പന, ഉൽപ്പത്തിയിലെ കൽപ്പന കൊടുക്കുകയായിരുന്നില്ല. ഇത് കണ്ടില്ലേ, കൽപ്പന ലഭിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ 24-ാമത്തെ അധ്യായത്തിലാണ്. 19-ലാണ് കൽപ്പന ലഭിച്ചത്. കൽപ്പന 19-ൽ ലഭിച്ചുവെങ്കിലും അത് പ്രാവർത്തികമാകുന്നത് ഇവിടെയാണ്. 24-ാം അധ്യായത്തിൽ മോശെ ഒരു മൃഗത്തെ യാഗം കഴിച്ച് അതിന്റെ രക്തമെടുത്ത് ആ കൽപ്പനയുടെ പുറത്ത്, ആ പ്രമാണത്തിന്റെ പുറത്തും ജനത്തിന്റെ മേലും തളിച്ചു കഴിയുമ്പോഴാണ് ഇത് കോൺസിക്രിയേറ്റഡ് ആവുന്നത്, ഇത് പ്രാബല്യത്തിലാവുന്നത്. ഇത് പറഞ്ഞിട്ടുണ്ടോ? മോശെ രക്തത്തിൽ പാതി എടുത്ത പാത്രങ്ങളിൽ ഒഴിച്ചു. എക്സോഡസ് 24:6 ഞാൻ വായിക്കുന്ന പുറപ്പാട്. മോശെ രക്തത്തിൽ പാതി എടുത്ത പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്തു, ജനം കേൾക്ക വായിച്ചു. ദൈവം എഴുതി കൊടുത്തിരിക്കുന്ന നിയമമാണ്, അത് വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ ഏറ്റു പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറഞ്ഞു. അപ്പോൾ മോശെ രക്തമെടുത്ത് ജനത്തിന്റെ മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഇവിടെ മുതലാണ് ഈ പ്രമാണം പ്രാബല്യത്തിൽ വരുന്നത്. 2500 വർഷം കഴിഞ്ഞു ആദാമിനെ സൃഷ്ടിച്ചിട്ട്. ഈ 2600 ഈ കാലഘട്ടത്തെയാണ് എന്താ പറയുന്നത്, when we were yet without power, without strength എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ബലഹീനമായ അവസ്ഥ, ദൈവവുമായിട്ട് കൂട്ടായ്മയില്ലാത്ത അവസ്ഥ, തങ്ങളെ തന്നെ ഉയർത്തുവാൻ അവർക്ക് കഴിവില്ലാത്ത ഒരവസ്ഥ. അന്ന്
അവർ പാപികളാണ്. ദൈവമായിട്ട് കൂട്ടായ്മയില്ല, അവർക്ക് അവരെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. അവർ പാപികളാണ്, അന്നും പാപത്തിലാണ്. പ്രളയത്തിന് മുമ്പുള്ള കാലം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നോഹയുടെ പ്രളയം, അതിനു മുമ്പുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഏകദേശം 900 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ആ 900 വർഷം ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന വാക്യങ്ങളുടെ എല്ലാം അവസാനം പറഞ്ഞു നിർത്തുന്നത് പിന്നെ അവൻ മരിച്ചു, ആൻഡ് ഹി ഡൈഡ് എന്ന് പറഞ്ഞ ഒന്നുണ്ട് വാക്യം. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ടൊന്ന് കാണിച്ചോട്ടെ, നിങ്ങളുടെ അറ്റൻഷൻ മാറിപ്പോകല. ഞാനൊരു വലിയ കാര്യം പറഞ്ഞു വരികയാണ്. ഇത് കണ്ടില്ലയോ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 5 വാക്യം. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു, ആൻഡ് ഹി ഡൈഡ്. ജീവിച്ചിരിക്കാം, ഏകദേശം 1000 വർഷത്തിനടുത്ത് വരെ ജീവിച്ചിരുന്നു, 900 വർഷം വരെ ജീവിച്ചിരുന്നു. പക്ഷെങ്കിൽ പിന്നെ അവൻ മരിച്ചു എന്ന് പറഞ്ഞ ഈ വാക്യങ്ങളെല്ലാം നിൽക്കുന്നത്. ശേത്തിന്റെ കാലം ആകെ 912 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. 11-ാമത്തെ വാക്യം. ഏനോശിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. അടുത്തത് 14-ാമത്തെ വാക്യം. കേനാന്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. കണ്ടോ, ഇവിടെ എല്ലാം പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. ഇവരെല്ലാം പാപികളാണ്. പാപത്തിന്റെ ശമ്പളമായിട്ട് ഇവർക്കെല്ലാം മരിക്കേണ്ടതായിട്ട് വന്നു. അന്ന് വെളിപ്പെട്ടിട്ടില്ല എങ്കിലും, അന്ന് ഇതൊന്നും അവർക്ക് വെളിപ്പെട്ടിട്ടില്ല എങ്കിലും അവരുടെ പാപം അവരിൽ നിൽക്കുക, ആദാമ്യ പാപം അവരിൽ നിൽക്കുക. അതുകൊണ്ട് അവർക്ക് അവരെ തന്നെ രക്ഷിക്കാൻ കഴിയത്തക്കവണ്ണം ദൈവം ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് അവരെ തന്നെ ആ പാപ അവസ്ഥയിൽ നിന്നും ഉയർത്തുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ഒരു നിസ്സഹായത എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി തൈലമൊക്കെ പൂശി രാത്രിയിൽ നമ്മൾ ഡെയിലി ഉറങ്ങാൻ കിടക്കും. അതിനുവേണ്ടി ചെയ്ത കട്ടിലെന്ന് പറയുന്ന ഒരു ഫർണിച്ചർ, അതിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു. ഏകദേശം ഉറക്കത്തിലേക്ക് വീഴുന്നു. ഒരു 8 മണിക്കൂറോളം നാം ഉറങ്ങുന്നു. ആ സമയത്ത് നമ്മൾ ഒന്നും അറിയുന്നില്ല, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിച്ചിരിക്കുക. എന്ത് നമുക്ക് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു പിടിയുമില്ല, എന്താ നടക്കുന്നത് എന്നുള്ളത്. ഉറക്കത്തിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കട്ടിലിൽ അങ്ങനെ കിടക്കുന്നു, ദൈവത്തിന്റെ കരങ്ങളിലാണ്. 24 മണിക്കൂറിൽ 8 മണിക്കൂർ കംപ്ലീറ്റ് ദൈവത്തിന്റെ കെയറിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് എന്ത് സംഭവിക്കുന്നോ അവിടെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും കഴിയത്തില്ല. നമ്മൾ കംപ്ലീറ്റ് ഒരു ഡെഡ് അവസ്ഥയിലാണ്. നമുക്ക് നമ്മെ തന്നെ ഒന്നും ക്രമീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഏകദേശം ഈ ഒരു അവസ്ഥയാണ്. ഇതിന്റെ വേറൊരു വേർഷനായി മരണം എന്ന് പറയുന്നത്. മരണം എന്ന് പറയുന്നത് നമ്മൾ ശവപ്പെട്ടിക്ക് അതിൽ മരിച്ച് കിടക്കുന്നതിന്റെ വേറൊരു വേർഷനാണ്. ഈ കട്ടിലേൽ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു ആ ഭക്തർക്ക് വേണ്ടി മരിച്ചു. നമ്മളെ ഉയർത്തുവാൻ കഴിയാത്ത, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വയ്യാത്ത ആ ഒരു കാലത്ത് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ എപ്പോ കർത്താവ് മരിച്ചു? കർത്താവ് മരിച്ചിട്ട് 2000 വർഷമല്ല ആയുള്ളൂ. അതെവിടാണ് കർത്താവ് മരിച്ചത്? ആ സമയത്ത് എങ്ങനെയാണ് അവർക്ക് അറിയാവുന്നത് കർത്താവ് മരിച്ചു എന്നൊക്കെ നമുക്ക് ആർഗ്യുമെന്റ് വേണമെങ്കിൽ ചോദിക്കാം. ഉലക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമുക്ക് വേണ്ടി അറുക്കപ്പെടുകയും മരിക്കുകയും കാൽവറിയിൽ യാഗമാവുകയും ചെയ്തതാണ്. ഈ വിഷയം നമ്മൾ റോമാലേഖനം 3:25 വാക്യത്തിൽ പഠിച്ചതാണ്. നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഞാൻ അത് ഒന്നുകൂടെ ഫ്ലാഷ് ചെയ്യാം. ഈ റോമാലേഖനം 3:25 നമ്മൾ പഠിച്ചത് ഈ വാക്യമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അത് ഇന്ന് എനിക്കും നിങ്ങൾക്കും നമുക്ക് രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, അതാണിത്. അതിന്റെ ആദ്യത്തെ ആ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കണം, വിശ്വസിക്കുന്നവർക്ക്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ രക്തം മൂലം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, നമ്മുടെ പാപത്തിനൊരു പ്രായശ്ചിത്തം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ കാൽവറിയിലുള്ള വിശ്വാസം. അവിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ഇത് ഇന്നത്തെ നിയമം അല്ലെങ്കിൽ ഇന്നത്തെ വ്യവസ്ഥയാണ്. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് ഇതാ. എന്നാൽ ഈ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന കാലം, അതായത് കർത്താവ് കാൽവറിയിൽ യാഗമാകുന്നതിന് മുൻപുണ്ടായിരുന്ന ഏകദേശം 4000 വർഷം, ആദം മുതല്, നോഹ മുതല്, അബ്രഹാം മുതല്, മോശ മുതല്, യേശുക്രിസ്തു വരെ, അതായത് പിന്നോട്ട് നോക്കിയാൽ ഒരു 4000 വർഷം. ആ 4000 വർഷത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിരുന്നത് എന്നുള്ള വാക്യമാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആ സെക്കൻഡ് പോർഷൻ പറയാ, ദൈവം തൻ്റെ പൊറുമയിൽ, ആ പൊറുമ എന്നൊക്കെ പറയുന്നത് ദീർഘക്ഷമയാണ്. ഇവിടെ പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ പറയുന്നുണ്ടല്ലോ, ഫോർബിയറൻസ്, ടു ഡിക്ലെയർ ഹിസ് റൈച്ചസ്നെസ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ് that are passed through the forbearance of God.
മലയാളത്തിലേക്ക് മടങ്ങി വരാം. അവിടെ പറയാ, ദൈവം തന്റെ പൊറുമയിൽ, തന്റെ ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ഈ സമയത്തൊക്കെ പാപം ചെയ്തപ്പോഴേ ദൈവം, നീതിമാനായ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതാണ്. പക്ഷെ ശിക്ഷ കൊടുക്കാതിരിക്കാൻ ദൈവം അവരുടെ മനസാക്ഷി തന്നെ അവർക്ക് ഒരു പ്രമാണമായിരുന്നു. അതിനുശേഷം ദൈവം അവർക്ക് പ്രമാണം കൊടുത്തു. ആ പ്രമാണത്തിൽ കൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ദൈവം വരുത്തി തീർക്കത്തക്കവണ്ണം അവർക്ക് പ്രമാണങ്ങൾ കൊടുത്തിരുന്നു. അവരുടെ മനസാക്ഷി തന്നെ അവരോട് പ്രമാണമായിട്ട് ഇടപെട്ടിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ എല്ലാം തന്നെ രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ അല്ലെങ്കിൽ നീതീകരണം ഉണ്ടായിരുന്നത് കർത്താവായ യേശു ക്രിസ്തു നടത്താൻ പോകുന്ന കാൽവറി യാഗത്തിലാണ്. 4000 വർഷത്തിന് ശേഷം കാൽവറിയിൽ യാഗമാകാൻ പോകുന്ന ആ കാൽവറി യാഗത്തിലാണ്. ഉലക സ്ഥാപനം മുതൽ, അതായത് ആദം മുതൽ ഇനി വെള്ള സിംഹാസനം വരാൻ പോകുന്ന കാലത്തിന് ആ സെക്കൻഡ് വരെയുള്ള എല്ലാ ആൾക്കാരും, മനുഷ്യൻ മുഴുവനും രക്ഷിക്കപ്പെടുന്നത് കർത്താവിന്റെ കാൽവറിയിലെ ഈ യാഗത്തിലാണ്. വേറെ ഒരു സംഗതിക്കും മനുഷ്യന്റെ പാപത്തിനും പരിഹാരമാകാൻ കഴിയത്തില്ല. പക്ഷെ മനുഷ്യന് ഇത് അറിയത്തില്ലായിരുന്നു. മനുഷ്യൻ വിചാരിച്ചിരിക്കുന്ന കാളകളെ, ആടിനെയൊക്കെ യാഗം കഴിക്കുന്നുണ്ട്, അതിന്റെ രക്തത്തിലുമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതെന്ന്. അതല്ലേ അല്ല എന്ന് എബ്രായ ലേഖനത്തിൽ അടിച്ചു പറയുക. എബ്രായ ലേഖനം 10:4 പലപ്പോഴും ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അവിടെ പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ പരിഹരിക്കാൻ ഒരു നാളും കഴിയത്തില്ല. അതിന്റെ 11-ാം വാക്യത്തിൽ പറയുക, അതേ യാഗങ്ങളെ ദിനംതോറും കഴിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാര് ഈ യാഗം വെറുതെ കഴിക്കുന്നതല്ലാതെ അതിൽ കൂടെ ഒരു ജഡവും രക്ഷിക്കപ്പെടുന്നില്ല. അയ്യോ, അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുക, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ല, അത് കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമേ അല്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതെല്ലാം എന്തിനാ നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് ആടുകളെ കൊന്നല്ലോ? ഓഫ്കോഴ്സ് നമ്മൾ കൊന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ നിങ്ങളുടെ വിശ്വാസം തെളിയിക്കുകയായിരുന്നു. കാളകളുടെ ആട്ടുകൊറ്റന്റെ രക്തത്താൽ അല്ല, കർത്താവ് കാൽവറിയിൽ നിവർത്തിക്കുന്ന ആ രക്തത്തിലാണ് നമ്മുടെ പാപങ്ങൾ കഴുകിയിരുന്നത്. അത് എങ്ങനെ അറിയാം? അത് നിവൃത്തിയായിട്ടില്ലായിരുന്നല്ലോ. 4000 വർഷം കഴിഞ്ഞിട്ടല്ലേ അത് നിവൃത്തിയായത്. നമുക്ക് 4000 വർഷം കഴിഞ്ഞിട്ടാണ് നിവൃത്തിയായെങ്കിലും സ്വർഗസ്ഥനായ പിതാവിന് അത് ഉലക സ്ഥാപനത്തിന് മുമ്പേ നിവൃത്തിയായതിന് തുല്യമാണ്. അതിന്റെ ബേസിസിലാണ് ദൈവം ഈ പാപങ്ങൾ മുഴുവനും മോചിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതാ പറയുന്നത്, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു. യേശു ക്രിസ്തുവിൽ കൂടെ, ഒരു മനുഷ്യനിൽ കൂടി, ഒരു യാഗത്തിലൂടെ സകല മാനവരാശിക്കും രക്ഷ. ആ നീതിയെ ദൈവം പ്രദർശിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുക. കർത്താവിന്റെ ആ കാൽവറി യാഗം, ഇതുകൊണ്ടാണ് റെവലേഷൻ 13:8 പറയുന്നത്, ഉലക സ്ഥാപനം മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം. എങ്ങനെ? ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപേ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതാണ്. ആക്സിഡന്റലി പീലാത്തോസിന് പറ്റിയ അബദ്ധമൊന്നുമല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ കർത്താവിനെ ക്രൂശിക്കാന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിച്ചതൊന്നുമല്ല. കർത്താവ് മരിക്കുവാൻ വേണ്ടിയിട്ട് ലോകത്തിൽ വന്നത്. ആ ക്രൂശ് മരണത്തിന് വേണ്ടി ക്രൂശിന്റെ ആകൃതിയിലാണ് നമ്മെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. കർത്താവിന് ക്രൂശിൽ ലഭിക്കേണ്ടുന്ന ശരീരത്തിലാണ് ആദാമിനെ ഡിസൈൻ ചെയ്തത് തന്നെ. മനസ്സിലായ? വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. ആരാ വരുവാനുള്ളത്? നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അടുത്ത അധ്യായങ്ങളിലേക്ക് കയറുമ്പോഴത്തേന് ഇതിന്റെ കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. വരുവാനുള്ളവരെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ പ്രതിരൂപമായ ആദാം ക്രൂശിന്റെ ആകൃതിയിൽ അവനെ സൃഷ്ടിച്ചത്. കാര്യം ക്രൂശിൽ മരിക്കുവാനായിട്ട് എന്നെ സൃഷ്ടിച്ചത് ആ ആകൃതിയിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഈ കാലഘട്ടത്തിലും പാപം അവരിൽ നിവർത്തിയായിരുന്നു. ആ പാപത്തിന് പരിഹാരം ദൈവം അവർക്ക് പാപത്തിന് പരിഹാരം കൊടുത്തിരുന്നത് ആ കാൽവറിയിൽ നിവർത്തിയാകാൻ പോകുന്ന ആ കാൽവറിയിലെ പ്രായശ്ചിത്ത യാഗം, ആ പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, അല്ലെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, അതിന്റെ ബേസിസിലാണ് ഈ പാപങ്ങൾ മുഴുവനും ദൈവം മോചിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ തൊട്ട സ്ഥിതിക്ക് ഒരല്പം കൂടെ അത് പറഞ്ഞുവിടാം. 25:5 നമ്മൾ വായിച്ചത് ഇങ്ങനെ. അതിന്റെ അടുത്ത വാക്യം കണ്ടില്ല? അതിന്റെ അടുത്ത വാക്യം പറയുന്നത്, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടത് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. He is just and he is a justifier. ദൈവം ജസ്റ്റ, നീതിയോട് വിധിക്കുന്നവൻ. ആ നീതി നിവർത്തിക്കാൻ തൻ്റെ സ്വന്തം പുത്രനെ കൈവിട്ട് കളഞ്ഞിരിക്കുക. എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് വേറെ ഒരു പരിഹാരവുമില്ല. കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഇതാ പിതാവിനോട്, പിതാവേ വേറെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണ് മറക്കുക, കൈ വിട്ടു പോവുക.
വേറെ ഒരു മാർഗം, ഈസ് ദെയർ എനി അതർ ഓപ്ഷൻ? ഞാൻ ഇത് കുടിക്കാതെ ഈ ഉലകത്തിന്റെ മുഴുവനും പാപം എൻ്റെ മേൽ ചുമത്തി എന്നെ ഈ കോപാഗ്നിയിൽ ഞാൻ വീഴുന്നതിന് മുൻപായിട്ട് പകരമായിട്ട് വേറെ എന്തെങ്കിലും, ഈസ് ദെയർ എനി അതർ ഓപ്ഷൻ? ഒരു ഓപ്ഷനും ഇല്ല. ഇന്ന് കർത്താവിന്റെ രക്തത്താൽ അല്ലാതെ മനുഷ്യന് വീണ്ടെടുപ്പില്ല. അത് ഇന്നും ഇന്നലെ ഉള്ള നിയമമല്ല. ആദം മുതൽ അങ്ങ് വെള്ള സിംഹാസനത്തിൽ വരെയുള്ള നിയമം ഇത് തന്നെയാണ്. താൻ നീതിമാന, അതുകൊണ്ട് ദൈവത്തിന് ഇതിന് നേരെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. ഒരു വലിയ അന്യായമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, പാപം ചെയ്തിരിക്കുക. ആ പാപത്തിന് പരിഹാരം പോട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച ആ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുക. താൻ നീതിമാനാണ്, ഹീസ് എ ജസ്റ്റ്. അപ്പൊ തന്നെ നീതിമാനായതുകൊണ്ട് കൈവിട്ട് കളഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളുകയാണ്, നിങ്ങൾ പാപികളാണെന്ന് പറഞ്ഞിട്ട് കൈ കഴുകി മാറുകയല്ല ചെയ്യുന്നത്. നമുക്ക് രക്ഷയ്ക്കുള്ള വഴി തുറന്നവൻ കൂടിയാണ്. ഹീ ഈസ് എ ജസ്റ്റിഫയർ. അവൻ നീതിമാനായ ദൈവം കൂടാ. അവൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ റോമാലേഖനത്തിന്റെ പഠനം കഴിയുമ്പോൾ ക്രിസ്ത്യാനി എന്ന അഭിമാനത്തോട് പറയുവാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ഈ ലോകത്തിന്റെ പാഠങ്ങളുടെ പുറകെ പോകാതെ, ലോകത്തിലെ സമ്പ്രദായങ്ങളുടെ പുറകെ പോകാതെ, കർത്താവ് നിങ്ങളെ നോക്കുന്നു. സ്വർഗം ചായച്ചിറങ്ങി വന്ന് അവൻ നിങ്ങളെ കാണുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഉലകം തല കീഴായിട്ട് മറിയട്ടെ, ആകാശം ഇടിഞ്ഞെന്റെ തല വീഴട്ടെ. ഇതാണ് സത്യം. മരണപര്യന്തം ഇത് പ്രസംഗിക്കണം. കർത്താവേ സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അഞ്ചാമത്തെ അധ്യായം അതിന്റെ 8-ാം വാക്യം. 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമ്മളിവിടെ വായിച്ച് നിർത്തിയത്. ഓക്കെ, അതിന്റെ 8-ാമത്തെ വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് 2-ാമത്തെ ഭാഗമാണ്, പാപികളായിരിക്കുമ്പോൾ തന്നെ. ഇത് കാണിക്കുന്നത് മോശ മുതൽ, നമ്മുടെ മുന്നിലത്തെ സമയം തീർന്നു, മോശ മുതൽ ക്രൂശ് വരെയുള്ള സമയമാണ്. ടു ബി പ്രിസൈസ്, പോളിൽ കൂടി ആ ക്രൂശിൽ എന്ത് നടന്നു എന്ന് വെളിപ്പെടുത്തിയ ആ കാലം വരെ നമുക്ക് വേണമെങ്കിൽ പറയാം ക്രൂശിൽ വെച്ച് ശത്രുത്വം നീക്കി. ബൈബിളിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ക്രൂശിൽ വെച്ച് ശത്രുത്വം നീക്കി, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാ അത് പറഞ്ഞത്? ആ കാര്യം എന്നാ വെളിപ്പെട്ടത്? അത് വെളിപ്പെടുത്താത്തോളം കാലം നിങ്ങൾ അതിന്റെ പിറ്റേ ദിവസം ക്രൂശിൽ ശത്രുത്വം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെളിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിവൃത്തിയാകാത്തതിന് തുല്യമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാണ്, കർത്താവിന്റെ ക്രൂശിന്റെ പിറ്റേ ദിവസം ഇവിടെ ഈ ക്രിസ്തീയ മാർഗം ആരംഭിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുക. ക്രൂശിൽ കൂടെ ഈ ക്രിസ്തീയ മാർഗം ആരംഭിച്ചു എന്ന്. ക്രൂശിൽ കൂടെ ഒരു ക്രിസ്തീയ മാർഗവും ആരംഭിച്ചിട്ടില്ല. ക്രൂശാണ് നമ്മുടെ ആധാരം, അതിലാണ് ആരംഭിച്ചിരിക്കുന്നത്, ശരിയാ. പക്ഷെ അതിന്റെ പിറ്റേ ദിവസം ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ആ അടുത്ത ഒരു വർഷത്തേക്ക് ഇതിനെക്കുറിച്ച് ഒരുത്തർക്കും അറിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം വരെ ഇതിനെക്കുറിച്ച് ആരും പ്രസംഗിച്ചിട്ടില്ല. കാര്യം ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരാളെ വിളിക്കുന്നത്. അതാ പൗലോസ് അപ്പോസ്തലൻ. പോളിൽ കൂടിയാണ് എന്തിന് കർത്താവ് മരിച്ചു എന്ന് ലോകത്തെ അറിയിക്കുന്നത്. അത് അറിയിക്കുന്നത് വരെ ആ നിയമവും ആ ന്യായപ്രമാണവും ലോകത്തിൽ നിലനിൽക്കുന്നതിന് തുല്യമാണ്. ഒരു വാക്യം കൂടെ ഞാൻ കാണിക്കാം, എനിക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഒരു വാക്യം കൂടെ കാണിച്ച് ഞാൻ ഇന്നത്തെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കണേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, കണ്ടില്ലയോ? ബട്ട് നൗ the righteousness of God without the law is manifested. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ക്രൂശിന്റെ പിറ്റേ ദിവസം അല്ല ഇത് മാറിപ്പോയത്. അന്ന് ക്രൂശിൽ വെച്ച് ശത്രുത്വം നീക്കി, ന്യായപ്രമാണം നടുവിൽ നിന്ന് നീക്കി, എല്ലാം നമുക്ക് വേണ്ടി നീക്കിയിരുന്നു. പക്ഷെ ഇത് വെളിപ്പെടുത്താത്തോളം കാലം അത് നിലനിൽക്കുന്നതിന് തുല്യമാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ബട്ട് നൗ the righteousness of God without the law is manifested. ഇത് വെളിപ്പെടുത്താനാണ് ദൈവം പൗലോസ് അപ്പോസ്തലനെ വിളിച്ചത്. ഇപ്പോഴോ ദൈവത്തിലെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. തിരുവചന പ്രകാരം ഡിസ്പെൻസേഷൻ ഓഫ് ലോ, അല്ലെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണ യുഗം
എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശിലും അത് നിറവേറിയിരിക്കുക. അതിൻ്റെ പിറ്റേ ദിവസവുമുണ്ട്, പെന്തക്കോസ്ത് നാളിലുമുണ്ട്, അതിനുശേഷമുള്ള നാളുകളിലുമുണ്ട്, സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന നാളുകളിലും അത് നിലവിലിരിക്കുക. അതുകൊണ്ട് തന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലോ അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് നാളിലോ അല്ല ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. അല്പം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. നമുക്ക് അടുത്ത ആഴ്ചയിൽ അതിനെ ഞാൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ മുതൽ അടുത്ത ആഴ്ചയിലെ ചിന്ത ആരംഭിക്കാം. ഡിസ്പെൻസേഷൻ ഓഫ് ലോ, അല്ലെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ക്രൂശിന്റെ അന്ന് വൈകിട്ട് അവിടെ വെച്ച് തീർന്നു എന്ന്. അവിടെ ഒന്നും തീർന്നിട്ടില്ല. അത് ഓവർലാപ്പായി പോയിരിക്കുക. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ അതിനുശേഷവും നടക്കുന്നത്. പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നത് അവരോട് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി ലോകത്തിൽ അവതരിച്ച കാര്യമാണ്. ഗലാത്യ ലേഖനം 4:4 വായിച്ച് ഞാൻ ഇന്നത്തെ സ്റ്റഡി അവസാനിപ്പിക്കാം. 4-ാമത്തെ അധ്യായം 4-ാം വാക്യം, ഗലാത്യ ലേഖനം 4:4. അവിടെ പറയുകയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ. ഈ കാലസമ്പൂർണതയുടെ അർത്ഥം വേറെയാ കേട്ടോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആവശ്യമുണ്ടെങ്കിൽ. ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചു. കർത്താവ് ലോകത്തിൽ വന്നത് ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായിട്ടാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളിലും കർത്താവ് ഈ ലോകത്തിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ലോകത്തിലെ പ്രവർത്തനങ്ങളുടെ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളാണ്. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ ആരംഭ പുസ്തകങ്ങളിലൊക്കെ ആ പ്രോമിസ് നിറവേറണമെന്ന കാലമാണ്. കിങ്ഡം ഓഫ് ഹെവൻ, അതിൻ്റെ നിവർത്തി, അത് വരാൻ പോകുന്നു. നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു. യെരുശലേമിലും യഹൂദിയയിലും പാർപ്പീൻ. ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടവും, പിന്നെ ശമരിയയിലും, പിന്നെ ഉലകത്തിന്റെ അറ്റത്തോളം. ദൈവം ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഈ ഭാഗം ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ആരംഭിക്കാം. 5-ാമത്തെ അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അധ്യായമാണ്. വരുന്ന അടുത്ത ഓരോ വാക്യങ്ങളും ഭയങ്കര ഡൈനാമിറ്റിന്റെ പവറുള്ള വാക്യങ്ങളാണ്. അപ്പൊ അത് കാരണം നമുക്ക് ഓരോന്നോരോന്ന് നിർത്തി ചിലപ്പോൾ ഞാൻ 1-2 ക്ലാസ് എടുത്തേക്കും 5-ാമത്തെ അധ്യായം തീർക്കാനായിട്ട്. ദൈവത്തിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ ഈ വചനം പഠിക്കുവാനും അതിൽ ബലപ്പെടുവാനും അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മാംസത്തിനും നമ്മുടെ മജ്ജയ്ക്കും നമ്മുടെ അസ്ഥിക്കും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.